സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. പാട്രിയോട്ട് സിനിമ കാണുകയുണ്ടായി. ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് പാട്രിയോട്ട്. ഇന്നും മലയാളികളുടെ ഹരം തന്നെയാണ് ഈ രണ്ട് നടന്മാരും എന്നതിൽ തർക്കമില്ല. മറ്റൊന്ന്, പാട്രിയോട്ട് എന്ന സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ റിവ്യൂ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അമൃതം അധികമായാൽ വിഷം. അതുപോലെ നമ്മളിന്ന് ഡിജിറ്റൽ മയമാണ്, നമ്മുടെ നാട് ഡിജിറ്റൽ മയമാണ്. പണ്ട് റേഷൻ കടയിലും അല്ലെങ്കിൽ ബീവറേജസിലുമൊക്കെ മാനുവലായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ലൈൻ ബസ്സിൽ പോലും എല്ലാം ഡിജിറ്റൽ മയമാണ്. അപ്പോൾ അമൃതം അധികമായാൽ വിഷമെന്ന മുമ്പ് പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ മയം ആകുമ്പോൾ അതിന് നന്മയോടൊപ്പം തന്നെ ചില്ലറ ദോഷവശങ്ങളുമുണ്ട്. അതാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നതെന്ന് തോന്നി. പുതിയ ന്യൂജൻ സിനിമയെ സംബന്ധിച്ച് ഏകാഗ്രത അവർക്ക് ആവശ്യമില്ല. കഥാഘടനയിലെ ഏകാഗ്രതയിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് തോന്നുന്നു. സാങ്കേതിക മേന്മയാണ് ന്യൂജൻ സിനിമാക്കാരുടെ മുഖമുദ്ര. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ പഴയ സിനിമകളാണെങ്കിൽ ആദ്യ മധ്യാന്തം ഒരു കഥയുണ്ടാവും. ഒരു സിനിമ കണ്ടിറങ്ങിയാൽ നമുക്ക് ആ കഥ ഏത് കൊച്ചുകുട്ടിക്കും ഓർമ്മിച്ച് പറയാൻ കഴിയും. പുതിയ ന്യൂജൻ സിനിമ കണ്ടിറങ്ങുമ്പോൾ കഥ ഓർമ്മിച്ച് പറയുക സാധ്യം, അല്ലെങ്കിൽ മധ്യാന്തപ്പൊരുത്തമുള്ളൊരു കഥ തന്നെ സിനിമയ്ക്ക് ആവശ്യമില്ല. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ആർട്ട് സിനിമയും കമേഴ്ഷ്യൽ സിനിമയുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കമേഴ്ഷ്യൽ സിനിമ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ളവനും കണ്ടാൽ മനസ്സിലാവും. ആർട്ട് സിനിമ നിരന്തരം നല്ല സിനിമകൾ കണ്ട് പരിചയിച്ചവർക്ക് മാത്രമേ അത് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ ശ്രീ അരവിന്ദൻ, ശ്രീ അടൂർ, ശ്രീ പവിത്രൻ തുടങ്ങിയ സംവിധായകരുടെ ചിത്രങ്ങളെയൊക്കെയാണ് ഇവിടെ ആർട്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ന്യൂജൻ സിനിമ, പാട്രിയോട്ട് പോലുള്ള അല്ലെങ്കിൽ അടുത്തിടെ ഇറങ്ങുന്ന സിനിമകളൊക്കെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടം ആവുമായിരിക്കാം. ഇപ്പോൾ ഈ സിനിമയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു സാധാരണ വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനെയോ സംബന്ധിച്ച് മനസ്സിലാക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഡിജിറ്റൽ വിഷയങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ജ്ഞാനമുള്ള ചെറുപ്പക്കാർക്ക് മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ ആസ്വാദ്യകരമാവുകയുള്ളൂ. പിന്നെ ഒരു സെപ്യ ടോൺ കണക്ക് ചിത്രത്തിൻ്റെ ഒരു കളർ സിസ്റ്റം ആലോചിക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻപമുള്ള ഒരു കളറ് സിസ്റ്റം സ്വീകരിക്കാമായിരുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഏതാണ്ടൊരു നരച്ച സെപ്യ ടോൺ പോലുള്ളൊരു കളറാണ് ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മുടെ നടന്മാർ ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും കാഴ്ചക്കാർക്ക് ആവേശം പകരുന്നു. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആറാട്ടണ്ണൻ റിവ്യൂവിൽ പറഞ്ഞതുപോലെ വൺ ടൈം വാച്ചബിളാണ്. നിങ്ങൾ കാണുക, ഓരോ സിനിമാ പ്രേമിയും ഈ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എൻ്റെ എളിയ നിരീക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.